തമിഴ്നാട്ടിൽ നിന്ന് വലിയൊരു അപകടത്തിൻ്റെ വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് കള്ളാക്കുറിച്ചിയിൽ വ്യാജമദ്യ ദുരന്തം എന്ന സംശയം. 9 പേർ മരിച്ചിട്ടുണ്ട്, 40 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മദ്യം വിറ്റ 2 പേർ നിലവിൽ അറസ്റ്റിലാണ്. സംഭവത്തിൽ കളക്ടർ ശ്രാവൺ കുമാറിനെ സ്ഥലം മാറ്റിയെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പോലീസ് സൂപ്രണ്ട് സമയ് സിംഗ് മീണയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വ്യാജമദ്യം കുടിച്ചതാണ് ദുരന്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായി തമിഴ്നാട് സർക്കാരും വ്യക്തമാക്കുന്നു. കേസ് CBCID അന്വേഷിക്കും. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനേഷ്, വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 9 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന നിലയുണ്ടാവുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അപകടത്തിൻ്റെ വ്യാപ്തി നമുക്കറിയാം. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? സർക്കാർ എന്താണ് ഔദ്യോഗികമായി വിശദീകരിക്കുന്നത്? അന്വേഷണം, അതിൻ്റെ ഭാഗമായി ചില നടപടികളൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടല്ലോ മനീഷ്. രജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണം 10 എന്നുള്ളതാണ്. കള്ളാക്കുറിച്ചിയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അയാളുടെ പേര് വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം നൽകാൻ സാധിക്കും. അങ്ങനെ മരണം 10 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പുതുച്ചേരി ജിപ്മർ ആശുപത്രി, സേലം, അതുപോലെ തന്നെ വിഴിപ്പുരം, കള്ളാക്കുറിച്ചി ആശുപത്രികളിലായി ഏകദേശം 30-ലധികം ആളുകൾ ഇപ്പോഴും ചികിത്സയിലുണ്ട്. വലിയ ഭൂരിഭാഗം ആളുകളിലും വലിയ തോതിലുള്ള ഛർദിയും തലവേദനയും ഒക്കെയാണ് ലക്ഷണങ്ങളായി കണ്ടിട്ടുള്ളത്. എല്ലാവരും അവശ നിലയിൽ തന്നെയാണ്. അതിൽ പുതുച്ചേരിയിലും അതുപോലെ തന്നെ കള്ളാക്കുറിച്ചിയിലുമുള്ള ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ള വിവരമാണ് എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചില നടപടികൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോക്കൽ പോലീസിൽ നിന്നും അന്വേഷണം CBCIDക്ക് കൈമാറുന്നു. കള്ളാക്കുറിച്ചിയിലെ കളക്ടറായിരുന്ന ശ്രാവൺ കുമാറിനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. പോലീസ് സൂപ്രണ്ട് സമയ് സിംഗ് മീനയെ സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന കള്ളാക്കുറിച്ചി ഈ കാരുണ്യപുരവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് സ്റ്റേഷനിലെ 9 പോലീസുകാരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ആ തരത്തിലുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. മാത്രമല്ല, സർക്കാർ ഇപ്പോൾ പറയുന്നത് ഇത് വ്യാജമദ്യ ദുരന്തമാണോ എന്ന സംശയം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് വ്യാജമദ്യ ദുരന്തമാണോ എന്ന് കൃത്യമായി പറയാൻ സാധിക്കുമെന്ന് സർക്കാരും പറയുന്നു. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ രീതിയിലുള്ള നടപടിക്രമങ്ങൾ, അന്വേഷണം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ എന്തായാലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട 2 പേരെ ലോക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതവിടെ വ്യാജച്ചാരായം വിറ്റ ആളുകൾ എന്നാണ് പോലീസ് പറയുന്നത്. അത് കാരുണ്യപുരം സ്വദേശികളായിട്ടുള്ള ഗോവിന്ദരാജ്, സഹോദരനായിട്ടുള്ള ദാമോദരൻ എന്നിവരെയാണ് പിടിയിലായത്. എന്തായാലും ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ നടപടികൾ എന്തായാലും പുരോഗമിക്കുന്നു. ആരോഗ്യമന്ത്രി സുബ്രഹ്മണ്യൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടേക്ക് എത്തും, കള്ളാക്കുറിച്ചിയിലേക്ക് എത്തും എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കൂടി സർക്കാർ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും വലിയ ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് 2 പേരെ അവശ നിലയിൽ കണ്ടെത്തുന്നത്. അത് കാരുണ്യപുരം സ്വദേശികളായിട്ടുള്ള പ്രവീണും സുരേഷിനെയുമാണ്, ബന്ധുക്കളാണ് ഇവരെയാണ് അവശ നിലയിൽ ആദ്യമായി കണ്ടെത്തുന്നത്. ഇവരെ ആശുപത്രിയിൽ എത്തിക്കുന്നു, അവരുടെ മരണം സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം 2 പേരെ കൂടി സമാനമായ ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ എത്തിക്കുന്നു. അവരും മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. അത് ശേഖർ, ജഗദീശൻ എന്നിവരാണ് മരിച്ചത്. പിന്നീടാണ് വ്യാപകമായ തോതിൽ പല ആശുപത്രികളിലായി ആളുകളെ എത്തിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് മറ്റ് 5 മരണങ്ങൾ കൂടി സ്ഥിരീകരിക്കപ്പെടുന്നത്. അത് 3 പേർ ജിപ്മർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു, 2 പേർ കള്ളാക്കുറിച്ചിയിൽ, ഒരാൾ വിഴിപ്പുരത്തായിരുന്നു ചികിത്സയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ 10 മരണം ഇപ്പോൾ എന്തായാലും സ്ഥിരീകരിച്ചിരിക്കുന്നു. പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ശരി, തമിഴ്നാട് കള്ളാക്കുറിച്ചിയിൽ വ്യാജമദ്യ ദുരന്തമെന്ന സംശയം. മരണസംഖ്യ 10 ഉയർന്നിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം വ്യാജമദ്യ ദുരന്തമാണ് എന്നുള്ള കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഉണ്ടാകും എന്നാണ് മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വ്യക്തമാക്കുന്നത്.